ഡൽഹിയിലെ ബുരാരിയിൽ നിർമ്മാണത്തിലിരുന്ന 4 നില കെട്ടിടം തകർന്നു വീണു. നിരവധി പേർ കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതായി സംശയം. 10 പേരെ രക്ഷപ്പെടുത്തി. വിവരങ്ങളുമായി ഇപ്പോൾ നാഷണൽ ഡെസ്കിൽ നിന്നും മനു അഖില ചേരുന്നു. മനു, എപ്പോഴാണ് ഈ അപകടം ഉണ്ടായത്? രക്ഷാപ്രവർത്തനം എങ്ങനെ പുരോഗമിക്കുന്നു അവിടെ? ലക്ഷ്മി, നോർത്ത് ഡൽഹിയിലെ ബുരാരിയിലെ കൗശിക് എൻക്ലേവിലാണ് നിർമ്മാണത്തിലിരുന്ന 4 നില കെട്ടിടം തകർന്നു വീണത്. വൈകിട്ട് 6:00 ഈ ഒരു വാർത്ത ഫയർഫോഴ്സ് സംഘത്തിന് ലഭിക്കുന്നത്. ഉടൻ തന്നെ 9 യൂണിറ്റ് ഫയർഫോഴ്സ് സംഘം ഇവിടെ എത്തി രക്ഷാപ്രവർത്തനം നടത്തി വരികയാണ്. 200 ചതുരശ്ര അടിയിൽ പുതുതായി നിർമ്മിച്ച കെട്ടിടമാണ് ഈ തകർന്നു വീണതെന്നാണ് ലഭിക്കുന്ന വിവരം. അപകടം നടന്ന ഉടൻ തന്നെ പോലീസും അഗ്നിശമന സേനയും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം ആരംഭിച്ചിരുന്നു. ഇതുവരെ 10 പേരെങ്കിലും കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും രക്ഷപ്പെടുത്തിയതായാണ് പോലീസ് നൽകുന്ന വിവരം. 15ഓളം പേർ ഇനിയും കുടുങ്ങിക്കിടക്കുന്നതായും പോലീസ് സംശയിക്കുന്നു. എന്നാൽ ഇതുവരെയും ആളപായങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. രക്ഷപ്പെടുത്തിയവരെ സമീപത്തെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചതായാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. നിലവിൽ പോലീസും അഗ്നിശമന സേനയും NDRF സംഘവും സ്ഥലത്ത് രക്ഷാപ്രവർത്തനം തുടരുകയാണ്. അതേസമയം കെട്ടിടം തകർന്നു വീഴാനിടയായ സാഹചര്യവും ഇതുവരെയും വ്യക്തമായിട്ടില്ല. നിർമ്മാണത്തിലുണ്ടായ അപാകതകളാകാം ഈ അപകടത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമികമായുള്ള നിഗമനം. അപകട സമയം എത്ര പേരാണ് കെട്ടിടത്തിൽ ഉണ്ടായിരുന്നത് എന്നത് സംബന്ധിച്ചും ഇതുവരെയും ഒരു വ്യക്തത വന്നിട്ടില്ല. അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവർ മൊബൈൽ ഫോണിന്റെ ഫ്ലാഷ് ലൈറ്റുകൾ ഓണാക്കി സഹായം അഭ്യർത്ഥിക്കുന്നതായാണ് ദൃക്സാക്ഷികൾ വ്യക്തമാക്കുന്നത്. നിലവിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണെന്നാണ് ഡൽഹി പോലീസ് വ്യക്തമാക്കുന്നത്. ലക്ഷ്മി, മനു അഖിലയാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത് നാഷണൽ ഡെസ്കിൽ നിന്ന്.